പുഷ്പോത്സവത്തിനൊക്കെ പോകുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്താണെന്നറിയോ? രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ഫുഡും, സെക്കൻഡ് വൺ റൈഡും. റൈഡിൽ കയറിയിട്ട് ഫുഡ് കഴിച്ചാൽ മതി എന്നല്ല എപ്പം വിചാരിക്കും, അല്ലെങ്കിൽ എന്തായാലും റൈഡിൽ നിന്ന് ഛർദ്ദിക്കും. പക്ഷെ അത് നടക്കൂല. അതിൻ്റെ മുന്നിലോട്ട് പോകുമ്പോൾ തന്നെ അതിൻ്റെ സ്മെല്ലുകൊണ്ട് എന്തായാലും എന്തെങ്കിലും ഒന്ന് വാങ്ങി കഴിച്ചു പോകും. ഒന്ന് കഴിച്ചാൽ പിന്നെ അടുത്തയിലോട്ട് എന്തായാലും ഒബ്വിയസ്ലി എന്തായാലും പോവും. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ബജ്ജി കഴിച്ച്. ബജ്ജി കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടേനും. പിന്നെ പാനിപ്പൂരി ട്രൈ ചെയ്ത്, അതും കുഴപ്പമില്ല. എനിക്ക് ഈ ഗോബി മഞ്ചൂരി ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടമായിട്ടില്ല, തീരെ ഇഷ്ടമായിട്ടില്ല. പിന്നെ ഈ ഒരു മസാലപ്പുരിയനും ഏറ്റവും കൂടുതൽ ഇഷ്ടമായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഈ കഴിച്ച സാധനങ്ങളെല്ലാം ആ റൈഡിലെല്ലാം കയറി കഴിയുമ്പോൾ എന്തായാലും തേച്ച് പോയിന്. പിന്നെ കുറച്ച് നേരം ആദ്യം വിശക്കാൻ തുടങ്ങി. എന്തായാലും വീട്ടിലെത്തും മുന്നേ എന്തെങ്കിലും ഒന്ന് കഴിക്കണമല്ലോ. അങ്ങനെ നമ്മൾ പോയത് ഫൈസൽ ഖാൻ്റെ തട്ടുകടയിലേക്കിനും. അവിടെ പോയാലും മച്ചുവിൻ്റെ കുറച്ച് നെയ്ബേഴ്സ് എല്ലാം ഉണ്ടേനും. അങ്ങനെ അവർ ഫുഡ് കഴിച്ച് ഏകദേശം കഴിയാനായിന്. പിന്നെ അവരോട് കുറച്ച് വർത്താനെല്ലാം പറഞ്ഞ് ആകുമ്പോൾ തന്നെ നമ്മൾ ഫുഡ് എത്തിന്. ദോശയും കബാബും ഓംലെറ്റും ബുൾസയും എല്ലാം ഉണ്ടേനും. ഒന്നും കുറച്ചില്ല. ഈ ഒരു കബാബ് നല്ല ടേസ്റ്റ് ഉണ്ടേനും കേട്ടോ. പിന്നെയാണെങ്കിൽ നമ്മൾ എല്ലാം കൂടി മിക്സാക്കി കഴിക്കുക ചെയ്തത്. കബാബ് ഒന്ന് പോരായിട്ട് സജ്ജ രണ്ടാമത്തേതും കൂടി ഓർഡർ ആക്കിന്. ഇത് പിന്നെ ഞാൻ പറഞ്ഞില്ല, മച്ചുവിൻ്റെ നെയ്ബർ. ഇതാണ് ഷെർഫുക്ക, മച്ചുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളാണ്. അങ്ങനെ അവരോടെല്ലാം വർത്താനം പറഞ്ഞ് ഓക്കെ ബൈ പറഞ്ഞതിന് ശേഷം നമ്മൾ പരിപാടി റീസ്റ്റാർട്ട് ചെയ്ത്. പിന്നെ ഇതാ നമ്മുടെ ബുൾസൈ കുട്ടപ്പം വന്നിട്ടുണ്ട്. ഡബിൾ ബുൾസൈ നല്ല രസമല്ലേ ബുൾസൈ കഴിക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു ബുൾസൈ ആണ് ഓംലെറ്റിനേക്കാളും ഒന്നും കൂടി ടേസ്റ്റ് കേട്ടോ കഴിക്കാനായിട്ട്. പക്ഷേ ഭയങ്കര ചൂടുണ്ടേനും, വായിൽ വെച്ച് നോക്കുമ്പം തന്നു പാടേനും. അങ്ങനെ നമ്മൾ ഫുഡ് അടിയെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ വീട്ടിലോട്ട് പോവുക ചെയ്തേ. ഫൈനലായിട്ട് സജിയും അച്ചും കൂടി ഒരു ഗോലി സോഡ പറഞ്ഞിട്ടുണ്ട്. സംഭവം ലിച്ചിൻ്റെനും വായിൽ വെക്കുമ്പോൾ തന്നെ എനിക്കിഷ്ടമായിട്ടില്ല. എന്തോ ഒരു മരുന്നിൻ്റെ ചുവയെല്ലായിട്ട് ലാസ്റ്റ് അതാടെ ബാക്കി വെക്കിയത്. പിന്നെ സജ കബാബ് വന്നിട്ടൊന്നും കഴിയുന്നേ ഉണ്ടായിട്ടില്ല. ഒരു 5-8 പീസെങ്കിലും ഓള് ഇതാക്കിയിട്ടുണ്ടാവും. ആ ഒരു ലിച്ചിൻ്റെ ടേസ്റ്റ് കണ്ടിട്ടുള്ള ഓളെ എക്സ്പ്രഷൻ കണ്ട. അപ്പോൾ ഇത്രയേ ഉള്ളൂ.